എന്റെ അമ്മേ, എന്തൊരു ചുമയാമ ഇത്. അമ്മയ്ക്കൊന്ന് പതുക്കെ ചുമച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടേ? എടി മോളെ, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേടി. ഈ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒന്നിട്ടതാ. ദേ അമ്മേ, എനിക്ക് ഉറങ്ങണം. മണി ഇപ്പൊ 2 ഈ പാതിരാ നേരത്തെ ഇനിയിപ്പൊ ഞാൻ ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോവാ. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ പോയി ഇട്ട് കുടിക്കുക. ശല്യം തന്നെ. എന്റെ മോനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ കഷ്ടപ്പാടുകളൊന്നും വരത്തില്ലായിരുന്നു. ഞാൻ അവനോട് ചെയ്ത തെറ്റിന്റെ ഫലമാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എടി മാളു, ആകെ പ്രശ്നമായല്ലോ. എന്തു പറ്റി സതീശേട്ടാ? ഇങ്ങനെ പോയാലേ ഈ വീടും പറമ്പും ബാങ്കുകാർ ജപ്തി ചെയ്തോണ്ട് പോവും. ഞാനിപ്പം ബാങ്കിലെ മാനേജറെ കണ്ടിട്ടാ വരണത്. ഒരു രക്ഷയില്ല. ഒരാഴ്ചക്കുള്ളിൽ പൈസ അടച്ചില്ലെങ്കിൽ അവർ ജപ്തി നോട്ടീസ് അയക്കുമെന്നാ പറയുന്നത്. എന്റെ ഈശ്വര, എന്തൊരു ഗതികേടാ നോക്കണേ. സതീശേട്ടൻ ബിസിനസ് തുടങ്ങണ്ടായിരുന്നു. അതാണ് എല്ലാത്തിനും കാരണം. വെറുതെ ഈ വീടും പറമ്പും പണയം വെച്ച് ബിസിനസ് ചെയ്ത് അത് പൊട്ടി പാളീസായി. മുതൽ മുടക്കെങ്കിലും തിരിച്ചു കിട്ടിയോ? അതുപോലും ഇല്ല. എന്തൊരു കഷ്ടമായത്. നിന്റെ ഏട്ടനില്ലേ ഒരെണ്ണം ഗൾഫിൽ കിടന്ന് പണിയെടുക്കുന്നേ? അവനെ വിളിക്കടി. അവനെ വിളിച്ച കാശ് ചോദിക്ക്, തരുവായിരിക്കും. എങ്കിൽ നിങ്ങൾ വിളി. നിങ്ങളുടെ അളിയനല്ലേ. ഞാൻ ചോദിച്ച ഏട്ടൻ കാശൊന്നും തരാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ എത്ര കാലമായി ഏട്ടനെ ഞാനൊന്ന് വിളിച്ചിട്ട്. അന്നത്തെ ആ പ്രശ്നം കാരണം പിന്നെ വിളിക്കാൻ പറ്റുമോ? എങ്ങനെ പോയാലും ഞാൻ ഒരേ ഒരു വഴിയേ കാണുന്നുള്ളൂ. ഈ വീടും പറമ്പും അങ്ങ് വിൽക്കാം. എന്നിട്ട് നമുക്ക് വല്ല വാടക വീട്ടിലോട്ട് താമസം മാറാം. അതല്ലാതെ എന്റെ മുന്നില് വേറൊരു വഴിയില്ല. ഷോ, ആകെ മൊത്തം അങ്ങ് നാണക്കേടായല്ലോ. ഇനി വാടക വീട്ടിലോട്ട് മാറുമെന്നൊക്കെ പറഞ്ഞ വാടക ആര് കൊടുക്കും? ദേ, നാളെ ഒരാള് വീടും സ്ഥലവും നോക്കാൻ വരുന്നുണ്ട്. നീ വേഗം ചെന്ന് വൃത്തിക്ക് കാര്യങ്ങളെല്ലാം തൂത്തുവാരിയിട്ടെ. ഇനി അവര് വന്നിട്ട് ഇനി വൃത്തിക്കുറവ് കാരണം സ്ഥലം ഒന്നും ഇഷ്ടപ്പെടാതിരിക്കണ്ട. ഡി മാളു, അവരെത്തിന്നാ തോന്നണത്. അയ്യോ, ദേ ഏട്ടൻ. ഏട്ടാ, ഏട്ടൻ എന്താ ഇവിടെ? ഞാൻ വീട് നോക്കാൻ വന്നതാ. ഈ വീടും പറമ്പും ഞാൻ മേടിച്ചോളാം. ഒന്നുമല്ലേലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ. ഏട്ടനാണോ ഈ വീട് വാങ്ങിക്കാൻ പോകുന്നത്? നന്നായി ഏട്ടാ. ഞാനാകെ പേടിച്ചിരിക്കുവായിരുന്നു ഈ വീടെങ്ങാനും കൈവിട്ട് പോവുമെന്ന്. നന്നായി, നമുക്ക് നാളെ തന്നെ രജിസ്ട്രേഷൻ നടത്താം. സതീശൻ എന്തു പറയുന്നു? പിന്നെന്താ, അങ്ങനെ ആവട്ടെ. എനിക്ക് നാളെ കാണാം. അയ്യോ, ഏട്ടൻ പോവാണോ? ഇവിടം വരെ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോയേട്ടാ. എനിക്കൊന്നും വേണ്ട. സതീശേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. ഈ വീട് കൈവിട്ട് പോകുന്നായിരുന്നു എന്റെ പേടി. ഇപ്പൊ ഏട്ടൻ ഈ വീട് മേടിക്കുമല്ലേ. ഏട്ടന്റെ വീടെന്ന് പറഞ്ഞാ എന്റെ വീടല്ലേ. നമുക്കിനി ഇവിടുന്ന് മാറണ്ട. ഇനിയും എന്റെ മോനെ ഊറ്റി ജീവിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഞാൻ സമ്മതിക്കത്തില്ല അതിന്. ദേ അമ്മേ, അമ്മ ചുമ്മാ അവിടെ മിണ്ടാതിരുന്നോ? അമ്മ എന്റെ കല്യാണത്തിന് 51 പവൻ ഇട്ട് കൊടുക്കാന്ന് അവർക്ക് വാക്ക് പറഞ്ഞത് കൊണ്ടല്ലേ, ആ വാക്ക് പാലിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഈ വീടും പറമ്പും എന്റെ പേരിലോട്ട് എഴുതി തന്നത്. ഇപ്പം ഏട്ടൻ ഈ വീടങ്ങ് മേടിക്കുക. ഏട്ടന്റെ വീടെന്ന് പറഞ്ഞാ എന്റെ കൂടെ വീടല്ലേ. ഒരിക്കൽ ഞാൻ എന്റെ മോനോടൊരു തെറ്റ് ചെയ്തു. അതിന്റെ ഫലമാ ഞാനിപ്പോ കിടന്ന് അനുഭവിക്കുന്നത്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ അവസാനം ഈ വീട് എന്നിലേക്ക് തന്നെ വന്നു ചേർന്നു. എന്റെ ഏട്ടന്റെ വീടെന്ന് പറഞ്ഞാ എന്റെ കൂടി വീടല്ലേ. എന്താ? എനിക്ക് മനസ്സിലായില്ല. ഏട്ടനോ? ഏതേട്ടൻ? അതൊക്കെ അങ്ങ് പണ്ടത്തെ ബന്ധവും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇവിടെ ആരും വരണ്ട. അതെന്താ ഏട്ടാ ഏട്ടനിപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആ, അത് കൊള്ളാം. കഴിഞ്ഞതൊക്കെ നീ അത്ര വേഗം മറന്നോ മാളു? നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കി എൻ്റെ വീട് നീ തട്ടിയെടുത്ത് നീ മറന്നുപോയോ അത്ര വേഗം? കൊള്ളാം. അല്ല, അമ്മ എവിടെ? അമ്മേനെ കണ്ടില്ലല്ലോ. ഞാനിവിടെ ഉണ്ട് മോനെ. അമ്മ അകത്തുണ്ടായിരുന്നോ?
പുറത്തോട്ടൊന്നും കണ്ടില്ല. അപ്പോ ഇവരുടെ കൂടെ ഇറങ്ങുമല്ലേ? ഇല്ല മോനെ, ഞാനായിട്ട് മോനൊരു ശല്യം ഉണ്ടാക്കത്തില്ല. ഞാനും ഇവരുടെ കൂടെ അങ്ങ് പൊക്കോളാം. അതിന് ഇപ്പൊ ഈ വീട് ഏട്ടന്റെ ആയില്ലേ, പിന്നെന്താ? ദൈവം എന്നൊരാളുണ്ട് മാളു. അതിന്റെ തെളിവാ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ മുദ്രപത്രം. നിങ്ങളും ഇവരുടെ കൂടെ ഇറങ്ങുമല്ലേ? അമ്മയ്ക്കും കാണില്ലേ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ? ഞാൻ മോനോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതിന്റെ ഫലം ഞാൻ അനുഭവിച്ചു. ഇനി ഇനി ഞാനായിട്ട് ഒരിക്കൽ കൂടി എൻ്റെ മോനെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആർക്കും ഒരു ശല്യമാവാതെ പൊക്കോളാം. നിങ്ങൾ ഒരിക്കലും മക്കളെ രണ്ടു തട്ടി കാണാൻ പാടില്ല. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുഖം കണ്ടാ അറിയാം, അനുഭവം കൊണ്ട് പഠിച്ചെന്ന്. ഒന്നുമല്ലേലും എൻ്റെ അമ്മയല്ലേ. നിങ്ങൾ എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിന്നോ. അമ്മ മാത്രം. നീ ഇനി എന്ത് നോക്കി നിൽക്കുവാടി? പോയി ബാഗ് പാക്ക് ചെയ്യാൻ നോക്ക്. ഏട്ടാ, നമ്മൾ എവിടെ പോവാനേട്ടാ? നിങ്ങൾ എവിടെ പോകുന്ന എന്നോടാണ് ചോദിക്കുന്നത്? അത് നിന്റെ കെട്ടിയവൻ സതീശനോട് ചോദിക്ക്. നീ അവന്റെ വീട്ടിലോട്ട് പോ, ഇല്ലെങ്കിൽ വാടക വീടെടുക്ക്. എന്തായാലും രണ്ടു പേർക്കും കൂടി വാടക വീട് കിട്ടാൻ പ്രയാസമൊന്നും കാണൂല. പിന്നെ മാസം വാടക കൊടുക്കണം. ഇവിടത്തെ പോലെ ചുമ്മാ അങ്ങ് നിൽക്കാൻ പറ്റൂല. കൊള്ളാം ഏട്ടാ, ഏട്ടനപ്പം എന്നോട് പ്രതികാരം വീട്ടുവാണല്ലേ? പ്രതികാരോ? ഞാനെന്തിനാ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നേ? ഞാൻ പ്രതികാരം ചെയ്താ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഇതെന്റെ പ്രതികാരമല്ല, മറിച്ച് ഇതെന്റെ വിജയമാ. എന്റെ വിജയം.